കിടക്കുന്നില്ലേ? കുറച്ച് കഴിയട്ടെ. താൻ കിടന്നു. അപ്പുവിന്റെ കാര്യത്തില് നമ്മൾ കുറച്ചും കൂടെ സീരിയസ് ആവേണ്ടിയിരിക്കണം. അവൾക്ക് കുറച്ച് കൂടുതൽ ഫ്രീഡം അനുവദിക്കുന്നോണ്ടാ ഇങ്ങനെയൊക്കെ. ഞാൻ പറയുന്ന വല്ലതും വി പി ശ്രദ്ധിക്കുന്നുണ്ടോ? പ്ലീസ് വി പി, നമ്മുടെ വളർത്തുദോഷം കൊണ്ടാ അവളിങ്ങനെ പെരുമാറുന്നേന്നാ എല്ലാരും പറയുന്നേ. അതെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. ആരായി എല്ലാരും? അപ്പുറത്തായി ഇന്ദിരാമയോ അതോ കോളേജ് പ്രിൻസിപ്പലോ? ഗീത, നീയും മറ്റുള്ളവരെ പോലെ ഇങ്ങനെ തുടങ്ങല്ലേ. ഇത്രയ്ക്ക് വറീഡാവാൻ മാത്രം ഒന്നും സംഭവിച്ചിട്ടില്ല ഇവിടെ. ഒന്നും സംഭവിച്ചിട്ടില്ലെന്നോ? ഇതൊക്കെ ഇത്ര നിസ്സാരമായിട്ട് കാണാൻ വി പിക്ക് എങ്ങനെ കഴിയുന്നു? എനിക്കതിന് കഴിയും, വളരെ ഈസി ആയിട്ട് തന്നെ. യു നോ വൈ? നോക്കൂ ഗീത, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഭാഗത്തുനിന്ന് മാത്രമാണ് ഈ പ്രശ്നത്തെ കാണുന്നത്. കുട്ടികൾ അങ്ങനെ ചെയ്താൽ അത് നമുക്കുണ്ടാക്കുന്ന നാണക്കേട്, ചീത്തപ്പേര്, കുറ്റപ്പെടുത്തലുകൾ, അങ്ങനെ അത് നമ്മളെ ഏതൊക്കെ രീതിയിൽ ബാധിക്കുന്നു എന്ന് മാത്രമാണ് നമ്മുടെ ബോധറേഷൻ. എന്നാൽ എന്തുകൊണ്ട് കുട്ടികൾക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു? എന്തുകൊണ്ട് അവർ വീട്ടിൽ വരാതെ മറ്റൊരിടത്ത് തങ്ങാൻ നിർബന്ധിതരായി? ഇതിനെക്കുറിച്ചൊന്നും ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഈ നിമിഷം വരെ. താൻ പോലും. ശരിയല്ലേ? ഞാൻ ചിന്തിക്കുന്നതും സ്വയം ചോദിക്കുന്നതും അതേക്കുറിച്ച് മാത്രമാണ് ഗീത. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ റിയാക്ട് ചെയ്യേണ്ടി വന്നത്? എന്താണ് അവരെ അതിനെ പ്രേരിപ്പിച്ച ഘടകം? ആദ്യം അതിനാണ് നമ്മൾ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കേണ്ടത്. അതിന് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാവും. അപ്പുവാണ് മാളുവിനെ കൂടെ വഷളാക്കുന്നതെന്നാ ആ ഇന്ദിരാമയുടെ പറച്ചില്. പണ്ടൊക്കെ നമ്മൾ കേൾക്കാതെയുള്ള കുശുശുപ്പേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ മുഖത്ത് നോക്കി വിളിച്ചു പറയാനുള്ള ധൈര്യം കാണിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒളിഞ്ഞും തെളിഞ്ഞും അവരിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിലല്പമെങ്കിലും കാര്യമുള്ളതായി അശ്വതിക്കും മുരളിക്കും തോന്നില്ലേ? തോന്നും, ആർക്കായാലും തോന്നും. അപ്പുവിനെ നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു വി പി. നമ്മൾ കൊടുക്കുന്ന സ്വാതന്ത്ര്യം അപ്പു വല്ലാണ്ട് മിസ്യൂസ് ചെയ്യുന്നുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. ഇന്നത്തെ ഈ സംഭവം അതിന്റെ ഒരു സൂചനയാ. എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ട് വി പി. താനിങ്ങനെ പേടിക്കാതെ കൂൾ ഗീത. നാളെ ആവട്ടെ, ഞാൻ അവളോട് സംസാരിക്കാം. വി പി എപ്പോഴും അവളുടെ സൈഡാണല്ലോ, അതാ അവളുടെ ധൈര്യവും. ശരി, നാളെ അവളെ മേശക്കാലി കെട്ടിയിട്ട് എന്റെ ലെതർ ബെൽറ്റ് കൊണ്ട് തല്ലി പുറപ്പൊളിക്കാം. എന്താ, സമാധാനാവോ എനിക്ക്? ഞാനൊന്നും പറയുന്നില്ല. പെൺകുട്ടിയാണെന്നുള്ള വിചാരം ഉണ്ടായാൽ മതി. പുന്നാരിച്ച് പുന്നാരിച്ച് ഒടുക്ക സങ്കടപ്പെടാൻ ഇടയാവരുത്, പറഞ്ഞേക്കാം. അവനെന്താ നിന്നോട് പറഞ്ഞത്? അവന് എന്നോടൊരിഷ്ടം. നിനക്കവന് ഇഷ്ടമാണോ? അങ്ങനെ ചോദിച്ചാ ഒരു 50 അല്ല ഒരു 60% പയ്യൻ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇഷ്ടമെന്ന് പറയുമ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞ സീരിയസ് ആയിട്ട് തന്നെ പ്രൊസീഡ് ചെയ്യാന്ന് പറഞ്ഞു.
മളു, ഞാനിവിടെ ബാൽക്കണിയിലുണ്ട്. വാതിലോർക്ക. പ്രതീക്ഷിച്ചില്ലല്ലേ? അപ്പു നീ മിണ്ടരുത്. നിന്റെ ഇന്നലെ പിശാചിന് പാമ്പിന്റെ ചെവിയോ? കിടക്കുന്നില്ലേ? വാ കിടക്ക്.